ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓണസദ്യയുടെ മെയിൻ സൈഡ് ഡിഷായ ഇഞ്ചിപ്പുളിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നതിനുള്ള ഐറ്റംസൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുളി, വെല്ലം. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു പാനൊന്ന് ഓണാക്കിയിട്ട് ഒരു മൺചട്ടി എടുത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് ആ കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കടലപ്പരിപ്പ് അതും കൂടെ ഒന്ന് ചേർത്ത് അതൊരു ചുവന്ന കളറാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ചുവന്ന കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുത്താൽ മതി, കരിഞ്ഞു പോകരുത്. ഒരു ചുവന്ന കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കാം. ഇനി അടുത്തത് വറ്റൽമുളകും കറിവേപ്പിലയും ഇതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഇനി അതിലേക്ക് മെയിൻ ഡിഷായ ഞാൻ ഇഞ്ചി ചെറുതായി അരിഞ്ഞ് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ മക്കൾക്ക് ഇവിടെ കഷ്ണങ്ങൾ അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചിട്ടുണ്ട്. അങ്ങനെ ആ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടി ചേർത്തിട്ട് എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. പുളി ഞാൻ നല്ലോണം പിഴിഞ്ഞ് വാളം പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്തതാണിത്. അതിനൊരു കപ്പുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു പുളിയും ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എരിവിനായിട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു കുത്തൽ മാറുന്നവരെ ആ പുളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു കുത്തൽ മാറുന്നവരെ ഒരു എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. കണ്ട എണ്ണ തെളിഞ്ഞ് വരണം, കണ്ട. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഇനി ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇഞ്ചിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഇതിനാവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇതൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ. ഈ ഇഞ്ചി കഷ്ണങ്ങളൊക്കെ നല്ല കുറുകി വരുന്നവരെ ഒന്ന് തീ കത്തിച്ചുകൊണ്ടേയിരിക്കണം. നല്ല ഫുൾ ഫ്ലെയിമിൽ വെക്കണം. കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അടി പിടിക്കാൻ പാടില്ല. കാരണം നമ്മൾ കട്ടിയായിട്ടാണല്ലോ നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചിരിക്കുന്നത്. വെള്ളമൊക്കെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കരണ്ടി കൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. മൺചട്ടി ആയതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ പുളിയുടെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബാലൻസ് കുറച്ച് പുളിയും കൂടെ ഒന്നുകൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പുളി എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർക്കണം കേട്ടോ. കാരണം ഇവിടെ ഞാൻ ചേർത്ത് കറക്റ്റാണ്. കാരണം ഞാനൊരു 3 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കറക്റ്റാണ് ഈ എരിവ്. നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഒന്ന് കുറുകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചുകൂടെ ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ പാകം നോക്കിയിടണം. അതുകൊണ്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെല്ലം ചേർക്കാം. ഞാൻ 2 അച്ച് വെല്ലം ചീകി എടുത്തതാണ്. അതും കൂടെ ചേർക്കാം. മധുരം അതുപോലെ കറക്റ്റ് 2 അച്ച്, ചെറിയ ഒരു മീഡിയം സൈസ് 2 അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുറുകി വരും. വെല്ലം ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ പിന്നെ ഒന്ന് ലൂസാവും. അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ ഞാൻ ഉപ്പും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, വെന്തയത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇത്. വെന്തയത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇഞ്ചിപ്പുളിയുടെ. നമ്മൾ ഈ വെന്തയം ഒക്കെ ചേർക്കുമ്പോൾ നല്ല മണമാണ്. കായത്തിൻ്റെ പൊടിയും ഇതാ, കായത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ കണക്കിലാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ വെന്തയത്തിൻ്റെ പൊടി കുറച്ച് മതി. അത് ഓപ്ഷനിലാണ് കേട്ടോ കായം ഇടുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇടണ്ട. ഞാൻ കായം ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തിളച്ച് കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇഞ്ചിപ്പുളി. ഈ പരുവമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതാ ഇതുപോലെ ആകുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി മൺചട്ടിയിൽ കിടന്ന് ഒന്നുകൂടെ അത് കുറുകും ആറുമ്പോൾ. അപ്പോൾ ഓണസദ്യ സ്പെഷ്യൽ സൈഡ് ഡിഷായ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായി ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓണത്തോടനുബന്ധിച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഓണസദ്യയുടെ എല്ലാ വിഭവങ്ങളുടെയും റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. തുടർന്ന് എൻ്റെ വീഡിയോസ് കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസായി വരുന്നവരെ എല്ലാവർക്കും ബൈ.